Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ശക്തമായ മഴയിൽ രാമന്തളി കല്ലേറ്റും കടവിലെ NV ജാനകിയുടെ വീട് തകർന്നു. അപകടം നടന്നത് പകൽ സമയത്തായതിനാൽ വാക്കറിന്റെ സഹായത്തോടെ നടക്കുന്ന ജാനകി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. രാമന്തളി കല്ലേറ്റുംകടവിൽ താമസിക്കുന്ന ജാനകിയുടെ തറവാട് വീട് ചൊവ്വാഴ്ചയുണ്ടായ ശക്തമായ മഴയിൽ ഭാഗികമായി തകർന്നു. മക്കളില്ലാത്ത ജാനകി ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ചു വരുന്നത്. സംഭവം നടക്കുമ്പോൾ ജാനകി വീടിന് പുറത്തായിരുന്നതിനാൽ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. നിരവധി വർഷങ്ങളായി സ്വന്തമായി ഒരു വീട് ലഭിക്കുന്നതിനായി ജാനകി വിവിധ പദ്ധതികളിൽ അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഇതുവരെ യാതൊരു അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ല. റേഷൻ കാർഡ് ഇല്ലെന്ന കാരണത്താൽ മുൻപ് അപേക്ഷകൾ നിരസിക്കപ്പെട്ടിരുന്നു. പിന്നീട് റേഷൻ കാർഡ് ലഭിച്ചെങ്കിലും വീടിനായുള്ള അപേക്ഷയ്ക്ക് ഇതുവരെ പരിഗണന ലഭിച്ചിട്ടില്ലെന്ന് ജാനകി പറയുന്നു. ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ആ സമയത്ത് പുറത്താണ് ഉണ്ടായിനി. ഞാൻ കുറെ വട്ടം വീട്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് അവർ പറഞ്ഞു സ്വന്തം ഒരു കാർഡ് വേണം എന്ന് പറഞ്ഞു. ഞാൻ സ്വന്തം ഒരു കാർഡ് ഉണ്ടാക്കി. എന്നിട്ടും അവർ ശ്രമിച്ചില്ല. ഞാൻ വീട്ടിന് വേണ്ടി കുറെ ശ്രമിച്ചിനി. ഇവർ പറഞ്ഞു പിന്നെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവര് എനിക്കൊരു വീട്, ഒന്നാമതൊരു മക്കളില്ല, ഒന്നാമത് ഭർത്താവില്ല, ആങ്ങളാറില്ല. എൻ്റെ ഒരു വിഷമം എനിക്ക് നല്ലോണം ഉണ്ട്. ഇരിക്കാൻ ഒരു കുടിയില്ലാത്തത് എനിക്ക് സങ്കടം തന്നെയാണ്. പിന്നെ ഒരു കൊല്ലം ഈ കാലം കൊണ്ട് ചികിത്സ ചെയ്യുന്നു. നടക്കാൻ പോകാണ്ട് പണിക്കൊന്നും പോവാണ്ട് നിൽക്കുന്നു. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. വരാനാളില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. ആങ്ങളാറൊന്നും ഇല്ലാതെ എൻ്റെ വിഷമം. വാക്കറിന്റെ സഹായത്തോടെയാണ് ജാനകി ഇപ്പോൾ നടക്കുന്നത്. കാലുകൾക്ക് ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് വീട് തകർന്ന ദുരന്തവും സംഭവിച്ചത്. സംഭവം നടക്കുമ്പോൾ ജാനകി വീടിനുള്ളിലായിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സുരക്ഷിതമായ ഒരു വീടിനായുള്ള തന്റെ അപേക്ഷയോട് ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ജാനകി. സംഭവവിവരം അറിഞ്ഞ് MLA വി കുഞ്ഞികൃഷ്ണൻ, വില്ലേജ് അധികൃതർ, പഞ്ചായത്ത് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജാനകിക്ക് അടിയന്തര സഹായവും സ്ഥിരമായ ഭവന സൗകര്യവും ഉറപ്പാക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ മഴക്ക് രാമന്തളി കല്ലേറ്റുംകടവിലെ NV ജാനകി എന്നവരുടെ വീട് തകർന്നിരിക്കുകയാണ്. പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ സമയത്ത് പകലാണ് സംഭവം. ആ സമയത്ത് അവർ പുറത്തായതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ഇപ്പോൾ അവർക്ക് വീടില്ലാത്തൊരവസ്ഥയുണ്ട്. നേരത്തെ പലതവണ വീടിനു വേണ്ടിയുള്ള അപേക്ഷ സർക്കാരിലേക്ക് നൽകിയിരുന്നു എന്നാണ് അവരെന്നോട് പറഞ്ഞത്. പല കാരണങ്ങളാൽ വീട് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ വീട് പൂർണ്ണമായും തകർന്ന സാഹചര്യത്തിൽ അവർക്ക് കയറിക്കിടക്കണമെങ്കിൽ ഒരു പുതിയ സംവിധാനം ഉണ്ടായേ തീരൂ. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് ഭവന പദ്ധതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനിയും പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിച്ചാലും അതല്ല കേന്ദ്ര ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടായാലും ഏതെങ്കിലും വിധത്തിൽ ഇവർക്കൊരു വീട് അത്യാവശ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ്പ ദേശീയപാതയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടി. പയ്യന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്പിരിറ്റ് കടത്ത് സംഘത്തെ വലയിലാക്കിയത്.
പയ്യന്നൂർ പെരുമ്പ ദേശീയപാതയിൽ വെച്ച് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടി. പയ്യന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്പിരിറ്റ് കടത്ത് സംഘത്തെ വലയിലാക്കിയത്. കർണാടക രജിസ്ട്രേഷനിലുള്ള K09A7095 നമ്പർ ലോറിയിൽ കടത്താൻ ശ്രമിച്ച 7000 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. 200 കന്നാസുകളിലായാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. മംഗലാപുരത്ത് നിന്ന് പത്തനംതിട്ട അടൂരിലേക്ക് സ്പിരിറ്റ് കടത്താനായിരുന്നു പ്രതികളുടെ ശ്രമം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പ നാഷണൽ ഹൈവേയിൽ എക്സൈസ് സംഘം വാഹന പരിശോധന നടത്തുകയും സംശയകരമായ സാഹചര്യത്തിൽ വന്ന ലോറി തടഞ്ഞു നിർത്തി പരിശോധിക്കുകയുമായിരുന്നു. സംഭവത്തിൽ ലോറിയും സ്പിരിറ്റും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡിൽ കുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ കെ കണ്ണപുരം പാലം പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. എം വിജിൻ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയത്. കെ കണ്ണപുരം പാലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് ഏറെ അപകടാവസ്ഥയ്ക്ക് കാരണമായിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താൻ എം വിജിൻ MLAയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പാലത്തിലെ കുഴി അടയ്ക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. പാലത്തിൽ രൂപപ്പെടുന്ന കുഴി താൽക്കാലികമായി അടയ്ക്കുന്നുണ്ടെങ്കിലും വീണ്ടും കുഴികൾ രൂപപ്പെടുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഴ മാറിയാലുടൻ കുഴികൾ അടയ്ക്കുമെന്ന് MLA പറഞ്ഞു. അല്പം മഴ കുറഞ്ഞാൽ ഒന്നുകൂടി ആ കുഴി അടക്കാനുള്ള ഒരു ഏർപ്പാട് കൂടി വെച്ചിട്ടുണ്ട്. അത് താൽക്കാലികമാണ്. ശാശ്വതമായ രീതിയിലുള്ള പ്രവൃത്തി മഴ കുറഞ്ഞാൽ നമുക്ക് വേഗതയിൽ തന്നെ ആരംഭിച്ച് അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പറ്റും. അതിനെല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള ചില രാഷ്ട്രീയ ലാക്കോട് കൂടിയുള്ള ചില ഇടപെടലുകൾ നടത്തേണ്ടത് ജനങ്ങൾ മനസ്സിലാക്കണം. അത് നമുക്കൊരു തരത്തിലും മഴയുടെ ഒരു തടസ്സമാണ് എല്ലാത്തിലും പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. അതിന് വേഗതയിൽ തന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി MLAയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ കെ കണ്ണപുരം പാലം പരിശോധന നടത്തി. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് റോഡ്സ് വിഭാഗം എഞ്ചിനീയർ പ്രശാന്ത് ടി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജിത് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീരാഗ കെ, M ബാലകൃഷ്ണൻ, TV രവീന്ദ്രൻ എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചീമേനി വ്യവസായ പാർക്ക് നിർമ്മാണം വേഗത്തിലാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. ചീമേനി പയ്യന്നൂർ റോഡിന് സമീപത്തുള്ള 125 ഏക്കർ സ്ഥലത്താണ് പദ്ധതി വരാൻ പോകുന്നത്. നിർദ്ദിഷ്ട ചീമേനി ലോജിസ്റ്റിക്കൽ പാർക്കിന്റെയും വ്യവസായ പാർക്കിന്റെയും നിർമ്മാണം വേഗത്തിലാക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൈക്കൊണ്ടത്. സന്ദീപ് വാര്യർ MLA, കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കോശി, പ്രമുഖ നിക്ഷേപക പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പദ്ധതിയുടെ പ്രാഥമിക ഘട്ട നടപടികളും വിദേശ നിക്ഷേപ സാധ്യതകളും യോഗം വിശദമായി വിലയിരുത്തി. മലബാറിന്റെ വ്യവസായ ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും പാർക്കുകൾക്ക് സാധിക്കും. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം ഒരുക്കി പദ്ധതിയുടെ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ യോഗത്തിൽ ധാരണയായി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ചീമേനിയിൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട IT പാർക്കിന് വേണ്ടി ഏറ്റെടുത്ത ചീമേനി പയ്യന്നൂർ റോഡിന് സമീപമുള്ള 125 ഏക്കർ സ്ഥലത്താണ് പദ്ധതി വരാൻ പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓണം അരികിലെത്തി. സംസ്ഥാനത്ത് വിപണിയിൽ വിലക്കയറ്റം രൂക്ഷം. അടുക്കള ബജറ്റ് താളം തെറ്റുന്നു. അരിവിലയ്ക്കൊപ്പം പഞ്ചസാര, മല്ലി, മുളക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയുടെയും വില കുതിച്ചുയരുകയാണ്. സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ദിവസേന സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നത്. ഓണവിപണി സജീവമായതോടെ സാധനങ്ങളുടെ വിലയും ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചിരിക്കുന്നത്. തിരുവോണത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ പൊതുവിപണികളിൽ വൻ വിലക്കയറ്റം. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കുതിച്ചതോടെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് പൂർണ്ണമായും താളം തെറ്റിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരൊറ്റ ആഴ്ചക്കിടെ അരിവിലയിൽ കിലോയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് വിലവർധനവ് ഉണ്ടായിരിക്കുന്നത്. പഞ്ചസാരയുടെ വിലയിലും സമാനമായ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച 43 രൂപയുണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് മൊത്ത വിപണിയിൽ ഇപ്പോൾ 50 മുതൽ 54 രൂപ വരെയാണ് വില. ഗ്രാമീണ മേഖലയിലെ ചില്ലറ വിൽപ്പനശാലകളിൽ കിലോയ്ക്ക് 55 മുതൽ 58 രൂപ വരെ ഈടാക്കുന്നുണ്ട്.
തേങ്ങക്ക് നല്ല വില കൂടിയിട്ടുണ്ട്. 60 രൂപ കിട്ടുകൊണ്ട് തേങ്ങ ഇപ്പം 70 വിൽക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് അടുക്കാൻ പറ്റാത്ത ഒരു വിലയാണ് പഴത്തിന്. ചെറുപഴം, വലിയ പഴം. ചെറുപഴം നമുക്ക് കിട്ടുന്നത് 84 രൂപയ്ക്കാണ്. 90 വിറ്റാൽ തന്നെ മുതൽ വരില്ല. പക്ഷേ 90 വിൽക്കുന്നത്. ഏറ്റവും മാക്സിമം സാധാരണക്കാരന് മേടിക്കാൻ പറ്റാത്ത വിലയാണ് 90 രൂപ കിലോന്. ആ വിലക്കാണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ വലിയ പഴം 70 പിന്നെ 74 വിൽക്കുന്നത്. പക്ഷെ അത് ഏറ്റവും വില കൂടിയ വില മാർക്കറ്റാണ്. എന്നാന്നറിയില്ല, ഓണത്തിന് പിന്നെ വരാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇപ്പം പഴങ്ങളൊന്നും വരുന്നില്ല. ഏറ്റവും കൂടിയ വിലക്കാണ് പഴങ്ങളെല്ലാം വിൽക്കുന്നത്. പഞ്ചസാരയ്ക്കൊപ്പം ശർക്കര വിലയും ഉയർന്നു. മൊത്ത വിപണിയിൽ ശർക്കരയ്ക്ക് കിലോയ്ക്ക് 50 രൂപയ്ക്ക് മുകളിലാണ് നിരക്ക്. ധാന്യങ്ങൾക്കും പലവ്യഞ്ജന സാമഗ്രികൾക്കും വിപണിയിൽ വൻ വിലവർധനവാണ് അനുഭവപ്പെടുന്നത്. മൊത്ത വിപണിയിൽ സാധാരണ മുളകിന്റെ വില വർദ്ധിച്ചതിന് ശേഷം അല്പം കുറഞ്ഞ് 270 രൂപയിലെത്തിയിട്ടുണ്ട്. അതേസമയം വൻപയർ, കടല, ചെറുപയർ എന്നിവയ്ക്ക് വിപണിയിൽ കടുത്ത ക്ഷാമവും നേരിടുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ വെളിച്ചെണ്ണയ്ക്കും ലിറ്ററിന് 20 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. മഴ കനക്കുന്നതോടെ പച്ചക്കറി വിപണിയിലും വില കുതിച്ചുയരുകയാണ്. മഴക്കാലവും വിലക്കയറ്റവും ഒരുമിച്ച് വന്നതോടെ ദൈനംദിന ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്. ഓണം അടുത്തെത്തിയിട്ടും വിപണി പിടിച്ചു നിർത്താൻ അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സദ്യ ഒരുക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതി വരും. കമ്പോളത്തിൽ അടിയന്തരമായി ഇടപെട്ട് സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയും സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന തരത്തിലാണ് വിലയുടെ ഈ കയറ്റം. എന്തായാലും ഓണം എത്തുന്തോറും വിലയുടെ കയറ്റം സാധാരണ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ലോക മുലയൂട്ടൽ വാരാചരണം കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്നു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണം കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്നു. MLA വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് മുലപ്പാൽ നൽകുക എന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം, ചില അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇഷ്ടപ്പെടാത്ത ഒന്നായി മാറുന്നു എന്നുള്ളതൊരു പൊതു അവസ്ഥ തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണം വേണ്ടി വരുന്നത്. കുട്ടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് മുലയൂട്ടൽ എന്നത് എല്ലാ കാലത്തും ശാസ്ത്ര ലോകം ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജ്യോതി PM സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP മോഹനൻ മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. RCH ഓഫീസർ ഡോക്ടർ അശ്വൻ G ദിനാചരണ സന്ദേശം നൽകി. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനി PT, വാർഡ് കൗൺസിലർ TV രജിത, ജില്ലാ MCH ഓഫീസർ ഗീത PT, PHN ലത A, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ VS ഷബീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പീഡിയാട്രീഷ്യൻ ഡോക്ടർ R ജയകാന്ത്, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ PK ശില്പ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് വെബിനാർ, സോഷ്യൽ മീഡിയ റീൽസ്, ബോധവൽക്കരണ ക്ലാസുകൾ, ബോധവൽക്കരണ പോസ്റ്ററുകൾ, വീഡിയോ പ്രദർശനം തുടങ്ങിയവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 18 കോടി രൂപ ചെലവിൽ ടാറിംഗ് പ്രവൃത്തി നടത്തിയ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് തകർന്നു. പഴയങ്ങാടി കൊത്തിക്കുഴിച്ച പാറഭാഗങ്ങളിലാണ് റോഡ് തകർന്നത്. റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്ന് നാട്ടുകാർ. 2 മാസം മുൻപാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് ഉപരിതല മിനുക്കൽ പ്രവൃത്തി നടത്തിയത്. പിലാത്തറ മുതൽ പാപ്പിനിശ്ശേരി വരെ പ്രവൃത്തി നടത്താനായിരുന്നു പദ്ധതി. എന്നാൽ പഴയങ്ങാടി താവം മേൽപ്പാലം വരെ മാത്രമാണ് പ്രവൃത്തി നടത്തിയത്. തുടക്കത്തിലെ റോഡ് പ്രവൃത്തിയിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യുവജന സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. മണ്ടൂരിൽ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിൽ അശാസ്ത്രീയത ഉണ്ടെന്ന് ആരോപിച്ച യുവജന സംഘടനാ പ്രവർത്തകർ റോഡ് പ്രവൃത്തി തടയുകയും ചെയ്തിരുന്നു. പിന്നീട് MLA ഇടപെട്ടാണ് പ്രവൃത്തി ആരംഭിച്ചത്. റോഡ് പ്രവൃത്തി നടത്തി 2 മാസം പിന്നിടുമ്പോൾ തന്നെ റോഡിലെ ടാറിംഗ് ഇളകി കുഴികൾ രൂപപ്പെട്ടത് ജനങ്ങളിൽ ഏറെ ആശങ്ക ഉയർത്തുന്നു. പ്രവൃത്തി നടത്തി ആഴ്ചകൾക്കകം തന്നെ താവം റെയിൽവേ മേൽപ്പാലത്തിലെ ടാറിംഗ് ഇളകിയിരുന്നു. റോഡ് പ്രവൃത്തിയിലെ അശാസ്ത്രീയതയാകാം റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും പ്രവൃത്തി നടത്തിയ കരാറുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു.
കോടികൾ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് പ്രവൃത്തിയിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. റോഡ് പ്രവൃത്തിയിലെ അഴിമതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാതമംഗലം കുറ്റൂർ റോഡിൽ താറ്റ്യേരിയിൽ കുഴി രൂപപ്പെട്ടത് അപകട ഭീഷണിയാവുന്നു. ദിനവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. മലയോര മേഖലയിലെ പ്രധാന റോഡായ മാതമംഗലം കുറ്റൂർ റോഡിൽ താറ്റ്യേരിയിൽ കുഴി രൂപപ്പെട്ടത് അപകട ഭീഷണിയാകുന്നു. ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. കുഴി രൂപപ്പെട്ടതിനാൽ അപകട സാധ്യതാ മേഖലയായി മാറിയിരിക്കുകയാണ് ഇവിടം. 2 വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ ഭീതിയോടെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ കുഴിയടച്ച് ഗതാഗതം സുഗമമാക്കണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണം ഖാദി മേളയ്ക്ക് 2026 പയ്യന്നൂർ പെരുമ്പ ഖാദി ഗ്രാമോദ്യോഗ ഭവനിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണം ഖാദി മേള 2026 പയ്യന്നൂർ പെരുമ്പ ഖാദി ഗ്രാമോദ്യോഗ ഭവനിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് വർഷത്തെ ബന്ധമുള്ള സ്ഥാപനമാണ്. തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖാദി എന്ന് പറയുന്നത് കേവലം ഒരു വസ്ത്രം മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെയും സമരത്തിൻ്റെ ഒരു രൂപമാണ്. തൊഴിലുറപ്പിലൂടെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കടന്നുവരവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് കണ്ണുചേർത്ത ഒരു മേഖലയാണ് ഖാദി മേഖല എന്ന് പറയുന്നത്. എത്രത്തോളം പാരമ്പര്യമുള്ള സംസ്കാരമുള്ള ഒരു സംവിധാനമാണ് ഖാദി എന്നത് ഉണ്ടാക്കാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ VKP ഇസ്മയിൽ വി ശിവദാസിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി. 30% ഗവൺമെന്റ് റിബേറ്റിൽ ഖാദി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വരാജ് ഖാദിയുടെ ഓണം ഖാദി മേളയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിൽ സ്വരാജ് ഖാദിയുടെ ഓണം മേള സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് AK ശ്രീജ, EP ശ്യാമള, VM പീതാംബരൻ, രജിത ടീച്ചർ, EP ബാലകൃഷ്ണൻ, KV നന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. മേളയിൽ ഖാദി, കൂത്താമ്പുള്ളി, കൈത്തറി ഉൽപ്പന്നങ്ങൾ 30% റിബേറ്റോടെ ലഭ്യമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാകുന്നു. റോഡുകളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ പരിസരത്തും കൂട്ടത്തോടെ തമ്പടിക്കുന്ന നായ്ക്കൾ കാൽനടയാത്രക്കാർക്കും വ്യാപാരികൾക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. മാതമംഗലം ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായതോടെ പ്രതിസന്ധിയിലായത് സ്കൂൾ വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ നായ്ക്കൾ പെട്ടെന്ന് പാഞ്ഞെടുക്കുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ നായ്ക്കൾ തമ്പടിക്കുന്നത് കച്ചവടത്തെയും ഉപഭോക്താക്കളെയും ദോഷകരമായാണ് ബാധിക്കുന്നത്. റോഡുകളിലൂടെ ഭയമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ മാതമംഗലത്തുള്ളത്. സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് രക്ഷിതാക്കളും ആശങ്കയിലാണ്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിനും അക്രമകാരികളായ നായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുപ്രവർത്തകരുടെയും വ്യാപാരികളുടെയും ശക്തമായ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കനത്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതിനാൽ പോക്കറ്റ് റോഡുകളും വെള്ളത്തിൽ മുങ്ങി. ഇത്തരം വഴികളിലൂടെയുള്ള യാത്ര ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ദുഷ്കരമാവുകയാണ്. റോഡിൽ നിറഞ്ഞ വെള്ളക്കെട്ടുകളിലൂടെയുള്ള യാത്ര ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ദുഷ്കരമാകുന്നു. പോക്കറ്റ് റോഡുകളിലേറെയും വെള്ളത്തിനടിയിലാണ്. നിരന്തരം വാഹനങ്ങളും മറ്റും കടന്നു പോകുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും കലങ്ങിയ വെള്ളവുമായിരിക്കും. ഇരുവശത്തും പുല്ലുകളും മറ്റും വളർന്നു നിൽക്കുന്നതും കാണാം. റോഡ് ടാർ ചെയ്യുമ്പോഴോ അറ്റകുറ്റപ്പണി നടത്തുമ്പോഴോ ഓവുചാലുകൾ കൂടി നിർമ്മിച്ചാൽ ഇത്തരം വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചീമേനിയിലെ ബിടെക് ബിരുദദാന ചടങ്ങ് ഓഗസ്റ്റ് 7-ന് തിമിരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ധു പി. അൽഗോർ മുഖ്യാതിഥിയായിരിക്കും. 2022-26 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ചടങ്ങായ ദീക്ഷാന്ത് ഓഗസ്റ്റ് 7-ന് ഉച്ചയ്ക്ക് 2:30 നടക്കും. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ കഴിഞ്ഞ അധ്യയന വർഷത്തെ ബിടെക് ഫലത്തിൽ 75% വിജയത്തോടെ സംസ്ഥാനത്ത് 15ാം സ്ഥാനം കോളേജിന് ലഭിച്ചിട്ടുണ്ട്. ഈ അക്കാദമിക് മികവിന് മാറ്റുകൂട്ടുന്നതിനായാണ് 180 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ബിടെക് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. തിമിരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ധു പി. അൽഗോർ മുഖ്യാതിഥിയാകും. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ പി. പ്രകാശ്, സാങ്കേതിക സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ സി. സതീഷ് കുമാർ, കേപ്പ് ഡയറക്ടർ ഡോക്ടർ എസ്. ജയകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ AK നവീന, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നാരായണൻകുട്ടി മനിയേരി, DK സുജിത്ത്, TV ഷൈനി, K അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഹനുമാൻ കിരീടം പൂത്തുലഞ്ഞു. കോൺക്രീറ്റ് കെട്ടിടങ്ങളും സിമന്റ് കൊണ്ടുള്ള ഇന്റർലോക്കുകളും അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണിൽ അപൂർവ കാഴ്ചയായി മാറുകയാണ് നാടൻ സുന്ദരി. അപൂർവമായി ചില ഗ്രാമങ്ങളിൽ മാത്രമാണ് കൃഷ്ണകിരീടം എന്നുകൂടി വിളിപ്പേരുള്ള ഈ സുന്ദരി നിലനിൽക്കുന്നത്. തണൽ ഇഷ്ടപ്പെടുന്ന ഈ ചെടി വേനലിനെ അതിജീവിക്കുമെങ്കിലും മഴക്കാലത്തു മാത്രമാണ് പൂവിടാറുള്ളത്. ഒരു കുലയിൽ കിരീടത്തിന്റെ മാതൃകയിൽ അടിഭാഗം വീതിയിലും മുകളിലെത്തുമ്പോൾ ചെറുതായതുമാണ് പൂക്കുല. കിരീടം പോലുള്ള ഈ രൂപമാണ് ഹനുമാൻ കിരീടം എന്ന പേരിന് കാരണം. ഒരു കുലയിൽ 100 കണക്കിന് ചെറിയ പൂക്കൾ ഉണ്ടാകും. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരിനം ചെടിയാണിത്. പെരു, കൃഷ്ണമുടി, 6മാസ ചെടി, കാവടിപ്പൂവ്, പെഗോഡ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി പൊതുവെ തണലുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത്. ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പു കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു. ഈ കാഴ്ച ഏറെ മനോഹരമാണ്. വലിപ്പമുള്ള ഇലകൾ ഇതിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് പൂക്കളമൊരുക്കാനും ഉപയോഗിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കരിവെള്ളൂർ പലിയേരിയിൽ തോട്ടിൽ കുളിക്കുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന 2 കുട്ടികളെ സാഹസികമായി രക്ഷപ്പെടുത്തിയ ഋത്വിക് രാജിനെ പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചു. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് ഋത്വിക് രാജിന് മംഗളപത്രം സമ്മാനിച്ചു. പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് ധീരതയ്ക്കും മാതൃകാപരമായ ജീവൻ രക്ഷാ പ്രവർത്തനത്തിനുമുള്ള മംഗളപത്രം ഋത്വിക് രാജിന് സമ്മാനിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ ഋത്വിക് രാജ് പ്രകടിപ്പിച്ച ധൈര്യവും മനസാന്നിധ്യവും സേവന സന്നദ്ധതയും സമൂഹത്തിന് മാതൃകയാണെന്ന് CP രാജേഷ് പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യുവതലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും മനുഷ്യന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഇത്തരം ധീരകൃത്യങ്ങളെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്നും ആദരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷെറിൻ ബാബു KC, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദയാൽ PV, രാഹുൽ PV, ഗോവിന്ദൻ നമ്പീശൻ, മധുസൂദനൻ K, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരായ സെവാഹിർ MP, നിസാമുദ്ദീൻ K, CK സിദ്ധാർത്ഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മൊബൈൽ സ്ക്രീനുകളുടെ നീല വെളിച്ചത്തിൽ കുട്ടിക്കാലം തളച്ചിടപ്പെടുന്ന പുതിയ കാലത്ത് വേറിട്ടൊരു ഗ്രാമീണ കാഴ്ച സമ്മാനിക്കുകയാണ് കാങ്കോൽ കരിങ്കുഴി പാടം. ചാറ്റൽ മഴ തോർന്നു നിൽക്കുന്ന നേരത്ത് തോർത്തും പാത്രങ്ങളുമായി മീൻപിടുത്തത്തിന്റെ ആവേശത്തിലാണ് ഇവിടത്തെ കുട്ടിക്കൂട്ടം. ഡിജിറ്റൽ ലോകത്തെ ഗെയിമുകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും പകരമായി പ്രകൃതിയോട് ഇഴചേർന്ന പഴയൊരു കാലത്തിന്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തലായി മാറുകയാണ് കാങ്കോൽ കരിങ്കുഴിപ്പാടത്തെ കാഴ്ചകൾ. വെള്ളക്കെട്ടുകളിലും ചാലുകളിലും തോർത്തുപയോഗിച്ച് പരൽമീനുകളെ പിടിച്ചെടുക്കുന്ന തിരക്കിലാണ് ഈ കുട്ടിക്കൂട്ടം. ചാറ്റൽ മഴ മാറി നിൽക്കുന്ന സമയം നോക്കി കയ്യിൽ തോർത്തും കോരിയെടുക്കുന്ന മീനുകൾ ചത്തുപോകാതിരിക്കാനുള്ള പാത്രങ്ങളുമായാണ് കുട്ടികൾ പാടത്തേക്ക് ഇറങ്ങുന്നത്. വലയോ ചൂണ്ടയോ അല്ല, പഴയ തോർത്ത് തന്നെയാണ് മീൻ പിടിക്കാനുള്ള ഇവരുടെ പ്രധാന ഉപാധി. കിട്ടുന്ന കുഞ്ഞു പരൽമീനുകളെ വീട്ടിലെ ചില്ലുകുപ്പികളിലോ കിണറുകളിലോ ഇട്ട് വളർത്തുന്ന കുട്ടിത്തത്തിന്റെ കൗതുകവും ഈ മീൻപിടുത്തത്തിന് പിന്നിലുണ്ട്. കളിസ്ഥലങ്ങളും തോടുകളും വിജനമാകുന്ന പുതിയ കാലത്ത് മഴക്കാലത്തെ ഈ നാടൻ വിനോദം പഴയ തലമുറയ്ക്ക് സമ്മാനിക്കുന്നത് മനോഹരമായ ഓർമ്മകളാണ്. പ്രകൃതിയോടും നാട്ടുപഴമയോടും ചേർന്നുള്ള ഇത്തരം കാഴ്ചകൾ കുട്ടികളിൽ ചെറുപ്പത്തിലെ പരിസ്ഥിതി ബോധവും കൂട്ടായ്മയുടെ സന്തോഷവും വളർത്താൻ സഹായിക്കും. ഇപ്പോൾ അവധിയായതുകൊണ്ട് നമ്മൾ മീൻ പിടിക്കാൻ വന്നതാണ്. എൻ്റെ വീട് ഇതാണ്. നമ്മൾ ഇവിടെ ചെറിയൊരു തോട്ടിൽ നിന്ന്
മീൻ പിടിക്കലാന്ന്. നമ്മൾ മീൻ പിടിക്കാൻ ശ്രമിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പ്രശസ്ത ഏകാംഗ നാടക കലാകാരനായ കോക്കാട് നാരായണൻ വേദിയിൽ അവതരിപ്പിച്ച നാടകങ്ങൾ പുസ്തക രൂപത്തിലാവുകയാണ്. നാടകത്തെ ജീവനായി കൊണ്ടു നടക്കുന്ന ഈ കലാകാരന്റെ ഇറയം എന്ന നാടക ഗ്രന്ഥം ഓഗസ്റ്റ് 12-ന് പയ്യന്നൂരിൽ പ്രകാശനം ചെയ്യുമ്പോൾ സാഹിത്യത്തിലേക്കും കടക്കുകയാണ് കോക്കാട് നാരായണൻ. നാടകത്തെ ജീവനായി ചേർത്തുപിടിച്ച കോക്കാട് നാരായണൻ വേദിയിൽ അവതരിപ്പിച്ച ഇതപര്യന്തമുള്ള നാടകങ്ങൾ പുസ്തക രൂപത്തിലാക്കുകയാണ്. നാടകങ്ങൾ അരങ്ങിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും സാഹിത്യശാഖ എന്ന നിലയിൽ നാടകത്തിന്റെ മേഖലയിൽ ശൂന്യതയാണ് കാണാനാകുന്നത്. നാടകം പുസ്തക രൂപത്തിലിറക്കിയാൽ അത് ആർക്കും അരങ്ങിലെത്തിക്കാം. കോക്കാട് നാരായണൻ എന്ന ഏകാംഗ നാടക കലാകാരന്റെ നാടകങ്ങളുടെ സമാഹാരമായ ഇറയത്തിന്റെ കവർ പ്രകാശനം കഴിഞ്ഞ ദിവസം നടന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക നാടക സിനിമാ പ്രവർത്തകരും ഓൺലൈനിൽ നടന്ന കവർ പ്രകാശനത്തിൽ പങ്കാളികളായി. ഓഗസ്റ്റ് 12-ന് ബുധനാഴ്ച KEN കുഞ്ഞഹമ്മദ് പയ്യന്നൂരിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്യും. ഇറയം എന്ന എൻ്റെ നാടക സമാഹാരം ഒരു പുസ്തകമായി പുറത്തിറങ്ങുന്നു. നാടക സാഹിത്യം അധികം പ്രസിദ്ധീകരിക്കാത്ത ഈ കാലത്ത് നാടകം പുസ്തകമാക്കുന്നതിൽ കൂടി ശ്രദ്ധ വെക്കണം എന്ന് ഉദ്ദേശിച്ചതിൻ്റെ ഫലമാണ് ഈ നാടകം പുസ്തകമാക്കി ഇറങ്ങുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അനസൂയ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ CDS, GRCF NHW എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. CDSന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കർക്കിടക ഫെസ്റ്റാണ്. ഈ ഫെസ്റ്റിന്റെ ഭാഗമായി നിരവധി ഇലകൾ, പച്ചിലകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഉപ്പേരി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിൽപ്പനയ്ക്ക് ആവശ്യമായ ഇലകൾ, താളിൻ്റെ ഇല, അതുപോലെ ചേമ്പിൻ്റെ ഇല, ചേനയില, കുമ്പളത്തിൻ്റെ ഇല, അതുപോലെ നിരവധി ഇലകൾ വിൽപ്പനക്കും അതുപോലെ തന്നെ ഉപ്പേരി വെച്ചിട്ടും എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ പായസം, കാരയപ്പം, അതുപോലെ നാട്ടുമരുന്നുകൾ, അതിന്റെ തൈകൾ വിൽപ്പനക്കടക്കം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജയശ്രീ U അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസൂയ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത, ശ്രീലത, രമാദേവി, മറ്റ് വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാങ്കോൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജിന കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് ഇലക്കറി മേളയും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടത്തി. 200ഓളം പേർ ഫെസ്റ്റിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. മഴക്കെടുതിയെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന ചെറുപുഴ പഞ്ചായത്തിലെ 100 കുടുംബങ്ങൾക്ക് ശ്രേയസ് ചെറുപുഴ യൂണിറ്റ് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. വിവിധ വാർഡുകളിലായി 100 കണക്കിന് കുടുംബങ്ങളാണ് വെള്ളം കയറി വീടുകൾ ഉപയോഗശൂന്യമായും കൃഷിനാശമുണ്ടായും ദുരിതമനുഭവിക്കുന്നത്. മഴക്കെടുതിയെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന ചെറുപുഴ പഞ്ചായത്തിലെ 100 കുടുംബങ്ങൾക്ക് ശ്രേയസ് ചെറുപുഴ യൂണിറ്റ് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കലും വാർഡ് മെമ്പർമാരും ചേർന്ന് കിറ്റുകൾ ഏറ്റുവാങ്ങി ദുരിതബാധിത കുടുംബങ്ങൾക്ക് കൈമാറി. മൂന്നാല് ദിവസമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ ഏതാനും വാർഡുകളിൽ ദുരിതമനുഭവിക്കുന്നവരോടൊപ്പമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഷാജിയെയും ഇവിടുത്തെ ഡയറക്ടറേഷനുമായും ബന്ധപ്പെടുന്നത്. ഞാൻ അവരോട് ചോദിച്ചത് ഒരു കാര്യമേ ഉള്ളൂ, കുറച്ച് സഹായം ചെയ്യാമോ, ഒരു 50 കുടുംബങ്ങൾക്കെങ്കിലും എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ചെയ്യാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ കിറ്റുകളെല്ലാം ആക്കിയതിന് ശേഷം അവരെന്നെ വിളിച്ചു പറഞ്ഞു 100 കുടുംബങ്ങൾക്കുള്ള കിറ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് കൊണ്ടു കൊടുക്കണമെന്ന്. അപ്പോൾ 50 ചോദിച്ചപ്പോൾ അത് ഇരട്ടിയായി തന്ന ശ്രേയസ് പ്രവർത്തകർക്ക്, ശ്രേയസിൻ്റെ ഭാരവാഹികൾക്ക്, എനിക്കറിയാം എന്നും ശ്രേയസ് വേദനിക്കുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുന്നതാണ്. ചെറുപുഴ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ സാധിക്കില്ല, കാരണം ഞാനും ആ യൂണിറ്റിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് എന്നും വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുന്ന ശ്രേയസിന്, ശ്രേയസിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, ശ്രേയസിൻ്റെ ഭാരവാഹികൾക്ക്, ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛന് എല്ലാവിധ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി. ശ്രേയസ് മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഡോളി ജോജി, യൂണിറ്റ് പ്രസിഡന്റ് കുര്യാക്കോസ് ആർപ്പിൽ, ഷാജി പാലക്കൽ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 100 കണക്കിന് കുടുംബങ്ങളാണ് വെള്ളം കയറി വീടുകൾ ഉപയോഗശൂന്യമായും കൃഷിനാശമുണ്ടായും ദുരിതം അനുഭവിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ.
ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.